ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. റീഡിംഗ് കാണുന്നതിന് മുൻപ് ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം, നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? മജീഷ്യൻ, സെവൻ ഓഫ് വാൻഡ്സ്, എംപ്രസ്, ക്യൂൺ ഓഫ് പെന്റക്കിൾസ്, ത്രീ ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആദ്യം മജീഷ്യൻ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ എടുത്തൊരു തീരുമാനം ഒരു മാറ്റമാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പക്ഷേ നിങ്ങളൊരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ കുടുങ്ങിയ ഒരു വ്യക്തി ആയിരിക്കാം. അതായത് അതിൽ നിന്ന് പുറത്തോട്ട് വരണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതുവരെയും അതിനൊരു തീരുമാനം നിങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇതിൽ നിന്ന് പുറത്തോട്ട് വന്നേ കഴിയുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു തീരുമാനം എടുക്കുവാനായിട്ട് പോകുന്ന എനർജിയാണ്. പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒരു തീരുമാനം എടുക്കണോ, അതല്ലെങ്കിൽ കുറച്ച് സമയം കൂടി ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കണോ, എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുമോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ കിട്ടുന്നത് നിങ്ങൾ ഒരു ജോബിൽ പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വലിയൊരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യുന്ന ആ ഒരു ജോബിൽ നിന്ന് ലഭിക്കാത്ത ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മാറണം എന്നുള്ള രീതിയിൽ ചില വ്യക്തികളൊക്കെ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ചില വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളൊക്കെ ഇവിടെ ഒരു ജോബിൽ ഇപ്പോൾ ചെയ്യുന്ന ജോബിൽ നിന്നും പുറത്ത് വന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ജോബ് നോക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന എനർജി കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 7 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ഒരുപാട് എല്ലാ കാര്യങ്ങളും ഒന്ന് നേരെയാകും എന്നുള്ള രീതിയിൽ ഒരുപാട് നിങ്ങൾ പിടിച്ചു നിന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒരു മാറ്റമൊന്നും ഇവിടെ കണ്ടില്ല എന്നാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ഈ ഒരു കാർഡ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾ മാറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നാണ്. അതുപോലെ തന്നെ ചില വ്യക്തികളിൽ നിന്ന് നിങ്ങളിവിടെ ബൗണ്ടറി വെക്കണം എന്നുള്ളൊരു സൂചനയും ഇവിടെ കിട്ടുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ എംപ്രസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഡിസിഷൻ നിങ്ങൾ ഇപ്പോൾ എന്ത് തീരുമാനമാണോ എടുക്കുവാനായിട്ട് പോകുന്നത്, അതിനായിട്ട് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് എംപ്രസ് ആണ് കിട്ടുന്നത്. അതായത് ഇവിടെ ഒരു മാറ്റം നിങ്ങൾക്ക് ആവശ്യമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളും ആ ഒരു മാറ്റം ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് മാറ്റമാണ്, ഇപ്പോൾ നിങ്ങളുടെ ജോബ് സംബന്ധിച്ച കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധിച്ച് കാര്യമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനത്തെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു ശക്തമായ സൂചനയാണ് ഈ ഒരു എംപ്രസ് പറഞ്ഞു തരുന്നത്. അതായത് ഇതിൽ നിന്ന് പുറത്തു വരുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്ന എനർജി കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കിട്ടുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്യൂൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിലോട്ട് നിങ്ങൾ പോകുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തികമായ ഒരു വളർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മാറ്റം മനസ്സിൽ ആലോചിക്കുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമാണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ ഒരു സക്സസ്, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൂടാതെ ത്രീ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാര്യം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്.
അതായത് നിങ്ങൾ മനസ്സിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഈ പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരുപക്ഷെ നിങ്ങളെക്കാളും നിങ്ങളുടെ കുടുംബത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായവും അതുപോലെ തന്നെ പക്വതയും ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ഒരു ഉപദേശം ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ നിങ്ങൾ എന്ത് ഒരു മേജർ ഡിസിഷൻ ആണോ എടുക്കുവാനായിട്ട് പോകുന്നത്, ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഒരു ഗുണം ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ തീരുമാനത്തെ ഇവിടെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.